ഈ ചെരുപ്പൊന്നുമില്ല. ഞാനിവിടെ ഭയങ്കര രസമുള്ളൊരു സംഭവം കണ്ടു. എന്താണെന്ന് മനസ്സിലായോ ഗൈസ്? നമ്മൾ തിരിഞ്ഞു നോക്കിട്ട് കൊണ്ട് ഞാൻ തോറ്റു. ഉറങ്ങണം. ഇന്നലത്തെ ദിവസം ഉറങ്ങിയിട്ടില്ലാത്ത കുറച്ച് മനുഷ്യരെ ഞാൻ ഇന്ന് കണ്ടു. സത്യം പറഞ്ഞ ആദ്യം ഞാൻ പറഞ്ഞു വീഡിയോ ആണെന്നേ, എന്നിട്ട് പറഞ്ഞു കയ്യിൽ ഫോൺ. ഹേ ഗൈസ്, എല്ലാ ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഇടയിലും ഉണ്ടാവും അവസാന നിമിഷം കൊണ്ട് നമ്മുടെ ട്രിപ്പ് ക്യാൻസലാക്കാൻ നിൽക്കുന്ന ഒരു ഐറ്റം അല്ലേ. ആ ഐറ്റാണ് എൻ്റെ പറകിരുന്ന് വരുന്നത് കേട്ടോ. സംഭവം വരുന്നില്ല. നാളത്തെ ദിവസം നമ്മൾ 4 ഫ്രണ്ട്സ് ചേർന്നിട്ട് ട്രിവാൻഡ്രത്തുള്ള 2 അമ്പലത്തിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ആളെൻ്റെ വീട്ടിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കി. ആൻഡ് നൈറ്റ് ആയപ്പോഴത്തേക്കും എനിക്കൊരു മെസ്സേജ് വരുന്നു, നാളെ നിങ്ങൾ പൊക്കോ, എനിക്ക് വരാൻ സാധിക്കില്ല. കാരണം തിരക്കിപ്പോൾ പറയാം, അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, അച്ഛൻ വിടത്തില്ല എന്ന്. എങ്ങനെ വരുമല്ലേ? പിന്നെ ഒന്നും നോക്കില്ല, നേരെ പുള്ളിക്കാരുടെ വീട്ടിൽ പോയി എടുത്ത് കിണറ്റിടാന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് അച്ഛനോട് സംസാരിച്ച് സെറ്റാക്കി പുള്ളിയെ കൊണ്ട് നേരെ എൻ്റെ വീട്ടിലേക്കാണ് വന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പുള്ളിക്കാർ ഹെൽമെറ്റ് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാമറ നോക്കി ചിരിച്ചെങ്കിരുന്നോളാം. അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നെയിൽ പോളിഷൊക്കെ ഇട്ട് നമ്മളിങ്ങനെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അടുത്ത മെസ്സേജ് വരികയാണ് ഗൈസ്. കൂടെ വരുന്ന മറ്റൊരു കുട്ടിയുടെ അമ്മയ്ക്ക് തീരെ വയ്യാണ്. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഇതൊക്കെ കൂടെ കേട്ടപ്പോഴത്തേക്കും നമ്മൾ ആകെ വീണ്ടും ഡൗൺ ആയത്. 2:20 നമ്മളിങ്ങനെ ഉണർന്നിരിക്കുകയാണ് കേട്ടോ. പ്ലാൻ ചെയ്തിരുന്നത് 5:30 ബസ്സിൽ പോകണം എന്നൊക്കെ ആയിരുന്നു. ആൻഡ് ഫൈനലി ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നമുക്ക് ട്രിപ്പ് നാളെ എന്തായാലും ക്യാൻസൽ ചെയ്യണ്ട. അങ്ങനെ രാവിലെ 5:30 ബസ്സിലൊന്നും അല്ല പോയത്. 6:30 ആയപ്പോഴത്തേക്ക് നമ്മളത് റെഡിയായി സെറ്റായി ബസ് കയറി. ഏതാ കേൾക്കുന്നത്? ആൻഡ് അങ്ങനെ ഓൺ ദ വേ നമ്മുടെ കൂടെ ബാക്കി 2 പേരും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്, ദേവികയും ആഗ്നയും. ആഗ്നയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ദൈവമേ, വാ അടയ്ക്കാൻ ഒരു നിമിഷം പുള്ളിക്കാരി തയ്യാറാവില്ല. കലപിലയാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ആൻഡ് നമ്മളിതാ ഫൈനലി നമ്മുടെ തമ്പാനൂർ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ. കയറി ചെന്ന് നോക്കുമ്പോൾ അത്രയും ചെരുപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ പേരുള്ളിലുണ്ടാവുന്നു. പക്ഷെ ഇല്ല കേട്ടോ, അവരുടെ 2-3 പേരുടെ ചെരുപ്പാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ തമ്പാനൂരിൽ നിന്ന് ഓട്ടോ പിടിച്ച് ആറ്റുകാലിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് കേട്ടോ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കൂടി വിസിറ്റ് ചെയ്യാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. ഞാൻ എൻ്റെ കുഞ്ഞിലോ മറ്റോ ആണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്നുള്ളത് ഓർമ്മ കൂടിയില്ല. സോ ആറ്റൂരിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ശ്രീ മഹാഗണപതി ക്ഷേത്രം, പഴവങ്ങാടി ക്ഷേത്രം കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കയറാൻ സാധിച്ചില്ല. അത് ഭയങ്കര വിഷമം ഉണ്ടായി. എന്നാലും ഇനി വരുന്ന ഒരു തവണ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഇവിടെ തന്നെ കയറും നമ്മുടെ ഗൈഡ് പറഞ്ഞു. ഗൈഡ് മറ്റാരുമല്ല, ആജ്ഞയാണ് കേട്ടോ. ആൻഡ് ഫൈനലി നമ്മൾ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം കുറേ അധികം നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ 2-3 ക്ഷേത്രങ്ങളിൽ പോകണം എന്നുള്ളത്. സോ നമ്മൾ നേരെ കൗണ്ടറിലേക്കാണ് പോയത്. കുറച്ച് റെസിപ്റ്റ് എടുക്കാനുണ്ടായിരുന്നു. ഞാൻ അമ്മയ്ക്കൊരു ഉടയാട വാങ്ങി വെച്ചു കേട്ടോ. നമ്മൾ ചൊവ്വാഴ്ചയായിട്ട് പോകാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരുമോ, ആൾ കൂടുതലായിരിക്കുമോ. പക്ഷേ അന്നത്തെ ദിവസം അങ്ങനെ അധികം ക്യൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. മനസ്സ് നിറഞ്ഞ് കുറേ അധികം നേരം അവിടെ നിന്ന് ദേവിയെ കണ്ട് പ്രാർത്ഥിക്കാൻ സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെ ക്ഷേത്രക്കുളമായിട്ടുള്ള ഒരു പാർട്ടാണത്. സത്യം പറഞ്ഞാൽ കുഞ്ഞ് ആമകളും മീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം നിന്നു. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നാരങ്ങ വിളക്ക് നേർച്ചയായിട്ടുള്ളവർക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി തൊട്ടടുത്ത് കണ്ട ചെറിയൊരു കടയിൽ കയറി എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കഴിക്കാൻ നേരം ആയപ്പോഴത്തേക്കും ഒന്നും വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങ് ക്ഷമിച്ച് സഹിച്ചങ്ങ് പോന്നു. കാര്യം എന്താ പറയുക, എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഞാൻ എങ്ങനെ കഴിക്കാനാണ്. അങ്ങനെ പിന്നെ 2 ലൈം ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ നമ്മൾ. എന്നിട്ട് ഇതുപോലെ കുടിച്ചു. ബട്ട് ഗൈസ്, അത്രയും വിശന്നിരുന്നിട്ട് ഈ തണുത്ത ലൈം ജ്യൂസ് തന്നപ്പോണ്ടല്ലോ, എന്ത് പെട്ടെന്ന് അവിടെ അത് കുറഞ്ഞ അതിൻ്റെ ലെവല്. വിശന്നിരിക്കുമ്പോൾ ലൈം കുടിച്ചുകൊണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അസിഡിറ്റി. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 3 സ്ട്രോയിലും ലിപ്സ്റ്റിക്ക് ഗൈസ്. ആകെ 1 മാത്രം ലിപ്സ്റ്റിക്ക് ഇല്ല. ദേവിക ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യില്ല എന്ന് ഞാൻ ഞെട്ടി ഗൈസ്, ഞെട്ടി. അതല്ല എവിടാ
ഞാൻ നോക്കിയപ്പോൾ വാഷിംഗ് ഏരിയയുടെ അവിടെ ഒരു മിററൊക്കെ നമ്മൾ പിന്നെ നൈസായിട്ട് വീഡിയോ ഒക്കെ എടുത്തു നിൽക്കാം. പിന്നെ ഒന്നും നോക്കില്ല, അവിടെ നിന്ന് നേരെ ഇറങ്ങി ക്ഷേത്രത്തിനടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്കാണ് നടക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തമ്പാനൂർ നാറ്റുകാൽ ക്ഷേത്രം വരെ 90 രൂപയ്ക്കായിരുന്നു നമ്മൾ ഓട്ടോയിൽ വന്നത് കേട്ടോ. പിന്നെ തിരിച്ച് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു. വെയിലുണ്ട്, അതുപോലെ സാരിയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര മെനക്കേട് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ബസ് അത് നിൽക്കുക. മട്ടപ്ര വരെയാണ് ഗൈസ്. അതെ ഗൈസ്, വേറെന്തെങ്കിലും ഒന്നുമില്ല. ഇതേപോലെ എടുത്ത് യൂട്യൂബിലൂടെ. അങ്ങനെ ആഫ്റ്റർ എ വൈൽ നമുക്ക് കിഴക്കേക്കോട്ട ഇറങ്ങാൻ വേണ്ടിയിട്ട് ബസ് വെട്ടിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി അതിൽ ചാടി ഓടി കയറി കിഴക്കേക്കോട്ടേക്ക് പോവാണ്. അപ്പി വണ്ടി അപ്പി ഒരു വാക്കറ്റോട് പറയണ്ടായിരുന്നു. Yes, and finally after decade, not a decade, സത്യം പറഞ്ഞാൽ എന്താ ഒരു അതെ 15-20 വർഷത്തോളം ഉണ്ടാവും. ഞാൻ ജനിച്ചിട്ട് തന്നെ 23 വർഷം ആവുന്നുള്ളൂ. ഓക്കെ, കുഞ്ഞിലേ കൊണ്ട് വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. അയ്യോ, ആൻഡ് ഫൈനലി ഐ ഹവ് റീച്ച്ഡ് ഹിയർ. ഫീലിംഗ് സോ ഹാപ്പി. വാട്ട് അബൌട്ട് യു? ഞാനിവിടെ ഭയങ്കര രസമുള്ളൊരു സംഭവം കണ്ടു. എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. കാണിച്ചു തരാം. ആ ഗണപതിയൊക്കെ ഭയങ്കര രസമല്ലേ അത്? അതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്? അറിയില്ല. ഇതാണ് ഗൈസ്, നമ്മൾ ആൾക്കാരൊക്കെ തിരിഞ്ഞു നോക്കിട്ട് ഒരുമാതിരി ഇൻട്രോവേർട്ടിനെ കൊണ്ട് ഞാൻ തോറ്റ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കയറാൻ പോവാണ് അല്ലേ? അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്താണ്, ആ കൊച്ചിനെ കൂടെ ഒന്ന് കൊട പിടിച്ചിരുന്നു. അപ്പോഴേ ഇവിടെ എവിടെയെങ്കിലും ചെരുപ്പിടല്ലേ? എവിടെയാണ് നമ്മുടെ കൂടെ വന്ന ഗൈഡ്? ഈ പുള്ളിക്ക് എല്ലാം അറിയാവുള്ളൂ. പുള്ളിയുടെ പിറകെ നമ്മളങ്ങ് പോവുകയാണ്. അടിപിടിച്ചിട്ട് സ്വാഭാവികം. കണ്ടുപടി. ഈ ചെരുപ്പ് ഇവിടെ ഊരാൻ പറഞ്ഞതിന്റെ അർത്ഥം തൊലിക്കെട്ടുള്ളതാന്നൊക്കെ. പോരാ ഗൈസ്, ഗൈഡ് പോരാ. അയ്യോ, നട്ടുച്ച പെരുവെയിലത്ത് ചെയ്യാനാ. കയറിട്ടോ ഗൈസ്. ഉള്ളിൽ ഫോണ്, കൊട, ബാഗ് മുതലായവ ഒന്നും കേട്ടില്ല. കേൾക്കുന്നുണ്ടാവോ? അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കുറച്ച് നല്ല നല്ല വിശേഷങ്ങൾ വരാനുണ്ട്. സോ സ്റ്റേ ഹാപ്പി ആൻഡ് സേഫ്. ബൈ.